ഓണപരീക്ഷ നടന്നു, വലിയ വിവാദം നടന്നു. ഓണപരീക്ഷ ഓൺലൈൻ ചാനലുകൾ പല ആളുകളും എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ട് അല്ലെ വലിയ വിവാദങ്ങൾ, മാർച്ച്, മറ്റ് ധർണ അതൊക്കെ നടന്നു. ആക്ച്വലി ഞാൻ കഴിഞ്ഞ 2 വർഷത്തെ പരീക്ഷാ പേപ്പർ എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് കഴിഞ്ഞ വർഷം ചോദിച്ച പരീക്ഷകളിൽ 80% ഈ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആരും ചോർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചോദ്യപേപ്പർ ഓൾറെഡി ചോർന്നതാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന കുറേ കമൻറ്റുകൾ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ടീച്ചർമാർ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കാത്തത്? ഇത് ഈ ചോദ്യത്തിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ +1 പരീക്ഷാ സമയത്ത് വലിയൊരു വിവാദം ഉണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി വരെ ഇടപെട്ടു. എന്തായിരുന്നു സംഭവം? പരീക്ഷാ പേപ്പർ കുറച്ചധികം ടഫായി, കുട്ടികൾക്ക് എഴുതാൻ പറ്റിയില്ല, അപ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എല്ലാ ചോദ്യ പേപ്പറും ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു, ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് എല്ലാ ചോദ്യം. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. എന്നോട് കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്നോട് ഒരു പാരന്റ് കഴിഞ്ഞ ദിവസം വിളിച്ച് എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? സാർ, +1 ടെക്സ്റ്റ് ബുക്ക് വാങ്ങണോ ഒരു പാരന്റ്? കാരണം എന്താ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണ്ട, ഞാൻ തരുന്ന നോട്ട് പഠിച്ചാൽ മതി, അതേ പരീക്ഷയ്ക്ക് വരുള്ളൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഷോർട്ട് ടേം വിഷൻ വേഴ്സസ് ലോങ് ടേം വിഷൻ. നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന കുട്ടിയെ ആ പരീക്ഷ എഴുതി പാസ്സാക്കി ഞാൻ കൊടുത്ത നോട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വന്ന് അതിന് ഫുൾ മാർക്ക് കൊടുക്കണം എന്നുള്ളതാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതല്ല, അവന്റെ സ്കിൽ അനുസരിച്ച്, അവന്റെ പാഷൻ അനുസരിച്ച് അവൻ എത്തിപ്പെടേണ്ട ഒരു മേഖലയിൽ എത്തിപ്പെടണം എന്നുള്ളതാണോ നാം ചിന്തിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇന്ന് ടെക്സ്റ്റ് ബുക്ക് ടീച്ചർമാർ പഠിപ്പിക്കാത്ത ഒരു ലോകത്താണ്. ഞങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. കുറേ കമൻറ്റുകൾ, ഞാൻ കമൻറ്റിലോട്ട് കൂടുതൽ പോകുന്നില്ല. എന്തുകൊണ്ട് യൂട്യൂബ് ക്ലാസ്സുകളിലോട്ട് കുട്ടികൾ പോകുന്നു? അവർക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കാത്ത പല കാര്യങ്ങളും യൂട്യൂബ് ക്ലാസ്സിലൂടെ അവർ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷന്റെ പ്രശ്നമാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ പരീക്ഷകൾ പ്രവചിക്കപ്പെടുന്നതാകുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ 1-2 റിപ്പോർട്ടുകൾ നിങ്ങൾ കാണിച്ചു തരാം. പഠന മികവ് സർവേ, നാഷണൽ അച്ചീവ്മെന്റ് സർവേ, കേരളം പിന്നിൽ. 100% സാക്ഷരതയുള്ള, അല്ലെ, എല്ലാ കുട്ടികൾക്കും എഴുതാനും വായിക്കാൻ അറിയുന്ന, എല്ലാ കുട്ടികളെയും പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്തിച്ചിട്ടുള്ള അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറുള്ള കേരളം നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ പിന്നിലാണ്. എല്ലാ ക്ലാസ്സുകളുടെയും കണക്ക് നിങ്ങൾക്ക് NISന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പ്രഥം എന്ന് പറയുന്നൊരു NGO ഉണ്ട്. അവർ ഓരോ 2 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളുടെ ഒരു അക്കാഡമിക് ക്വാളിറ്റി അളക്കും. ഇവരുടെ അക്കാഡമിക് ക്വാളിറ്റിയിൽ പറയുന്ന റിപ്പോർട്ട് മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നിങ്ങൾ എയ്സർ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന, ഡിവൈഡ് ചെയ്യാൻ അറിയുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് അറിയുന്ന നമ്മൾ വിചാരിക്കാം, അല്ലെ? 2022 കണക്ക് നോക്കുക. സ്വകാര്യ സ്കൂളുകളിൽ 54%, സർക്കാർ സ്കൂളുകളിൽ 39.9%. അതായത് കേരളത്തിൽ 100 കുട്ടികളെടുത്താൽ എക്സാക്ട്ലി 44 കുട്ടികൾക്ക് 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുള്ളൂ. അത് 2012 74%. പ്രവചിക്കാവുന്ന പരീക്ഷകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അക്കാഡമിക് ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഈ പ്രവചിക്കാവുന്ന പരീക്ഷകളുടെ കൂടെ ഒരു ഡെഡ്ലി കോമ്പിനേഷനായി വരുന്ന കാര്യമാണ് ഉദാരമായിട്ടുള്ള മൂല്യനിർണ്ണയം, അല്ലെ? വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ സിസ്റ്റത്തിലൂടെ. അപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരും തോന്നുന്നു, പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ലിബറലൈസ്ഡ് വാല്യുവേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന്റെ ദുരന്തങ്ങൾ നമ്മൾ ഇപ്പോൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു. ഞാൻ 2 പരീക്ഷകൾ എടുക്കാം. +2കാർ എഴുതുന്ന 2 പരീക്ഷകൾ. ഒന്ന് ഹയർ സെക്കൻഡറി എക്സാം, 2 കേരള എൻട്രൻസ് എക്സാം. രണ്ടിനും ഒരേ സിലബസാണ്. ചോദ്യങ്ങളുടെ പാറ്റേണിൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുക. ഹയർ സെക്കൻഡറി എക്സാമിൽ ജയിക്കാൻ 100-ൽ 30 മാർക്ക് വേണം. എൻട്രൻസ് എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി 300-ൽ 10 മാർക്ക്, അതായത് 3% മാർക്കാണ് വേണ്ടത്. 3% മാർക്ക്. അപ്പുറത്ത് 30 വേണം, ഇപ്പുറത്ത് 3 വേണം. ഇനി ഈ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നോക്കുക. 2024 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജയിച്ച കുട്ടികളുടെ ശതമാനം 78.69%. എത്ര ശതമാനം മാർക്ക് വാങ്ങി? 30% മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികളുടെ എണ്ണം. എന്നാൽ കേരളത്തിൽ കേരള എൻട്രൻസ് എഴുതി ജയിച്ച കുട്ടികളുടെ എണ്ണം അതിനേക്കാൾ കുറവാണ്, 73%. പക്ഷെ 73% കിട്ടാൻ വേണ്ടി എത്ര മാർക്ക് വേണം? 300-ൽ 10 മാർക്ക് മതി. മറ്റേത് 100-ൽ 30 മാർക്ക് വേണം. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരേ സിലബസ് പഠിക്കുന്ന കുട്ടികൾ
2 ഡിഫറെന്റ് പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അക്കാദമിക നിലവാരം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിലോട്ട് എത്തിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഈ വർഷത്തെ ഇപ്പോൾ നിങ്ങൾക്ക് കേരള എൻട്രൻസിൻ്റെ റാങ്ക് ആ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ പകുതി മാർക്ക് ഈ +2 മാർക്ക് എടുക്കും, പകുതി മാർക്ക് എൻട്രൻസിനുള്ള മാർക്ക് എടുക്കും. കേരള എൻട്രൻസിന് മുഴുവൻ മാർക്ക് വാങ്ങി, +2 പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങി, ഫുൾ മാർക്ക്. ആ കുട്ടിക്ക് ഞാൻ അപ്പുറം ഒരു മാർക്ക് വാങ്ങാനില്ല അല്ലേ? ആ കുട്ടിയുടെ റാങ്ക് എത്ര അറിയോ? 25. അതെന്താ 1ാം റാങ്ക് കിട്ടൂലേ? എന്താ 1ാം റാങ്ക് കിട്ടാത്തത്? അവിടെ CBSE സ്റ്റേറ്റും തമ്മിലൊരു നോർമലൈസേഷൻ വരുമ്പോൾ ഇവിടെ സ്റ്റേറ്റിൽ കുറേ ആളുകൾക്ക് മാർക്ക് കൂടുതൽ കിട്ടി, ആ കെർവ് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? അവരെ മാർക്ക് കുറച്ചു, ഫുൾ മാർക്ക് കിട്ടിയാലും ഒരു 20 മാർക്ക് കുറച്ചു. ഇതാണ് നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റം വരാനുള്ള കാരണം എന്താണ്? നമ്മൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എന്നുള്ളത് അവൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചിക കൂടിയാണ്. അതല്ലാതെ പരീക്ഷ എന്നുള്ളത് എല്ലാവർക്കും മാർക്ക് വാരിക്കോരി കൊടുക്കാനുള്ള ഒരു സംഭവമല്ല. അവൻ ഇന്ന ഏരിയയിലാണ് അവൻ ബെറ്റർ, അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം, അവിടെ എന്ന രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ കേന്ദ്രമായിട്ട് പരീക്ഷകൾ മാറാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഡെഡ്ലി കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളെയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാത്ത, എനിക്ക് എന്തിലാണ് സ്കില്ലുള്ളതെന്ന് മനസ്സിലാവാത്ത, എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ഏരിയയിലോട്ട് പോകണമെന്ന് അറിയാത്ത, ഞാൻ എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഒരു നിലക്കും മനസ്സിലാവാത്ത കുട്ടികളെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും അസ്തിത്വപരമായ പ്രതിസന്ധി എന്നുള്ളത് ഈ ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക.